നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 118 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 67 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും 45 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരും. 6 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 96 പേർക്ക് ഇന്ന് രോഗമുക്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 4889 സാമ്പിളുകൾ. വിവിധ ജില്ലകളിലായി 132,569 പേർ നിരീക്ഷണത്തിൽ. 197 പേരെ ഇന്ന് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. KC വേണുഗോപാൽ രാജ്യസഭയിലേക്ക്. രാജസ്ഥാനിലെ 2 സീറ്റുകളിൽ കോൺഗ്രസിനും 1-ൽ BJPക്കും ജയം. മധ്യപ്രദേശിൽ നിന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും തെരഞ്ഞെടുക്കപ്പെട്ടു. മണിപ്പൂരിൽ BJPക്ക് ജയം. പ്രവാസികൾക്കുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിൽ ഇളവുമായി സംസ്ഥാന സർക്കാർ. ഈ മാസം 24 വരെ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതിന് UDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ ഇടപെടാതെ സുപ്രീം കോടതി. നിലപാടിൽ മാറ്റം വരുത്തേണ്ടെന്ന് CPIM. സ്ത്രീത്വത്തെ അപമാനിക്കാൻ താൻ മുഖ്യമന്ത്രിയല്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിപ കോവിഡ് പ്രതിരോധത്തിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്കോ ആരോഗ്യമന്ത്രിക്കോ അല്ല, ആരോഗ്യ പ്രവർത്തകർക്കാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തേണ്ടി വന്നിട്ടില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിമാനത്തിൽ കേരളത്തിലെത്തുന്നവരും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ. ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്നവർക്കും രജിസ്ട്രേഷൻ ബാധകം. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നും സർക്കാർ ഉത്തരവ്. രാജ്യത്ത് 13,000-ലധികം പുതിയ കോവിഡ് ബാധിതർ. 24 മണിക്കൂറിനിടെ 336 മരണം. രോഗമുക്തി നേടിയവരുടെ എണ്ണം 2 ലക്ഷം കടന്നു. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 86 ലക്ഷം പിന്നിട്ടു. ഇന്ന് മാത്രം 45,000-ലധികം പുതിയ രോഗികളും 1,483 മരണവും. ലോകത്താകെ മരണസംഖ്യ 4,57,058. 45 ലക്ഷത്തിലേറെ പേർക്ക് രോഗമുക്തി. തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ നീക്കം ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുമതി. മണൽ KMML സൂക്ഷിക്കണമെന്ന് കോടതി. തോട്ടപ്പള്ളിയിലേത് ദുരന്ത നിവാരണ പ്രവർത്തനമെന്ന് സർക്കാർ ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ ഇല്ല. മറ്റ് ദിവസങ്ങളിലെ നിയന്ത്രണങ്ങൾ മാത്രമേ ഉണ്ടാകൂ. വിവിധ പരീക്ഷകൾ നടക്കുന്നത് കൊണ്ടാണ് ഞായറാഴ്ചയിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത്. ഇന്ത്യൻ സൈനികരെ ആക്രമിക്കാൻ ഗാൽവൻ മേഖലയിൽ ചൈനീസ് സൈന്യം നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ എന്നതിന് തെളിവുകൾ പുറത്ത്. ചൈനയുടെ വാദം തള്ളുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യ സമാഹരിച്ചു. ഗാൽവൻ താഴ്വരയിലെ ആക്രമണത്തിനിടെ ചൈന പിടികൂടിയിരുന്ന 10 ഇന്ത്യൻ സൈനികരെ വിട്ടയച്ചെന്ന് ദേശീയ മാധ്യമങ്ങൾ. ചൈനീസ് അതിർത്തിയിൽ അപ്രതീക്ഷിത നീക്കവുമായി ഇന്ത്യൻ വ്യോമസേന. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു. ചൈനയുടെ ഭീഷണി വകവയ്ക്കാതെ ഗാൽവൻ നദിക്ക് കുറുകെയുള്ള പാല നിർമ്മാണം കരസേന പൂർത്തിയാക്കി. അതിഥി തൊഴിലാളികളെയും പ്രവാസികളെയും ഒരുപോലെ കാണാനാകില്ലെന്ന് നോർക്ക. കുടിയേറ്റ തൊഴിലാളികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശിച്ച സംരക്ഷണം പ്രവാസികൾക്ക് നൽകില്ലെന്ന് നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ്. ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ കേരളത്തിന്റെ നടപടിയിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. കൊല്ലം SN കോളേജിലെ സുവർണ ജൂബിലി ഫണ്ട് വകമാറ്റിയെന്ന ആരോപണത്തിൽ ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ്. നിലപാടറിയിച്ചത് ഹൈക്കോടതി. സഭാ തർക്ക കേസുമായി ബന്ധപ്പെട്ട യാക്കോബായ സഭയുടെ ഹർജി രൂക്ഷ വിമർശനത്തോടെ തള്ളി സുപ്രീം കോടതി. അന്തിമ വിധിയിൽ വ്യക്തത വരുത്തണമെന്നായിരുന്നു ആവശ്യം. വിധിയിൽ വ്യക്തതയുടെ ആവശ്യമില്ലെന്നും തുടരെ ഹർജി നൽകിയാൽ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച്. തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചിയുടെ മൃതദേഹം സംസ്കരിച്ചു. കൊച്ചിയിലെ രവിപുരം ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പ്രിയ കലാകാരന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പുത്തുമല പുനരധിവാസത്തിന്റെ ഭാഗമായ വീടുകളുടെ തറക്കല്ലിടയിൽ മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുടെ സൗകര്യാർത്ഥമാണ് തറക്കല്ലിൽ ചടങ്ങ് മാറ്റിവെച്ചത്. നാളെ മന്ത്രി TP രാമകൃഷ്ണൻ തറക്കല്ലിടും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്.
ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ 12 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പെൺകുട്ടിയുടെ അമ്മ അറസ്റ്റിൽ. കുട്ടിയെ അമ്മ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടെന്ന് പോലീസ്. ആത്മഹത്യ നടന്ന ദിവസവും കുട്ടിയെ അമ്മ വഴക്കു പറഞ്ഞിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. അഭിമന്യു വധത്തിൽ മുഖ്യപ്രതി സഹലിനെ പിടികൂടുന്നതിൽ പോലീസ് അനാസ്ഥ. 2 ആഴ്ചയിലധികമായി സഹൽ കൊച്ചി നെട്ടൂരിലെ വീട്ടിലുണ്ടായിട്ടും പോലീസ് അറിഞ്ഞില്ല. തമിഴ്നാട്ടിലും കർണാടകയിലും സഹൽ മുൻപ് ഒളിവിൽ താമസിച്ചിരുന്നതായും വിവരം. ഉത്ര കൊലക്കേസിൽ പ്രതി സൂരജിനെ അടൂർ പറക്കോടുള്ള വീട്ടിലെത്തിച്ച് വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തി. 2ാം പ്രതി സുരേഷ് പാമ്പിനെ ആദ്യം കൈമാറിയത് സൂരജിന്റെ വീടിന് സമീപത്ത് വെച്ചെന്ന് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. കർണാടകയിൽ പുതുതായി 337 പേർക്ക് കോവിഡ്. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 8281. ഇന്ന് 230 പേർക്ക് രോഗമുക്തി. ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനെ സാകേതിലെ മാക്സ് ആശുപത്രിയിലേക്ക് മാറ്റി. ഒടുവിലത്തെ സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് ശ്വാസകോശത്തിൽ ന്യൂമോണിയ ബാധ വർദ്ധിച്ചു. സത്യേന്ദ്ര ജെയിനെ പ്ലാസ്മ തെറാപ്പി ചികിത്സയ്ക്ക് വിധേയമാക്കും. തമിഴ്നാട്ടിൽ 24 മണിക്കൂറിനിടെ 2115 പേർക്ക് കൂടി കോവിഡ്. 41 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 666. ചെന്നൈയിൽ മാത്രം 38,327 പേർക്ക് കോവിഡ്. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,20,000 കടന്നു. ഇതുവരെ 53,902 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് കോവിഡ് മരണം 5,751. ബീഹാറിൽ ഇന്ന് 137 പേർക്ക് രോഗമുക്തി. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 7,178. സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് 49 പേർ. ഹരിയാനയിൽ പുതുതായി 115 പേർക്ക് കോവിഡ്. ഇതോടെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 9,333. സംസ്ഥാനത്ത് 4,628 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 134 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഒഡീഷയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,677. ഇന്ന് പുതുതായി 165 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 153 പേർ ഇന്ന് രോഗമുക്തരായി. രാജ്യത്തെ കോവിഡ് പരിശോധനാ നിരക്ക് ഏകീകൃതമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. പല സംസ്ഥാനങ്ങളിലും പല നിരക്കാണെന്ന് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച്. മഹാരാഷ്ട്രയിൽ കോവിഡ് പരിശോധനാ ഫലം രോഗിക്കോ ബന്ധുവിനോ കൈമാറണമെന്നും നിർദ്ദേശം. ഡൽഹി രാധാസ്വാമി സാംസങ് ബിയാസ് സെന്റർ കോവിഡ് പരിചരണ കേന്ദ്രമാക്കുമെന്ന് ഡൽഹി മജിസ്ട്രേറ്റ് BM മിശ്ര. 10,000 കിടക്ക സൗകര്യമുണ്ടായിരിക്കും. 10% ഓക്സിജനുള്ള കിടക്കകളായിരിക്കും ക്രമീകരിക്കുക. കുടുങ്ങിക്കിടക്കുന്ന കുടിയേറ്റ തൊഴിലാളികളെ 15 ദിവസത്തിനകം നാട്ടിലെത്തിക്കണമെന്ന ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ മാസം 9-ന്. തൊഴിലാളികളിൽ നിന്ന് യാത്രാ ചെലവ് ഈടാക്കുന്നില്ലെന്ന് കേന്ദ്രം ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം. കോവിഡ് ബാധിച്ച് ഡൽഹിയിൽ മരിച്ച മലയാളി ആരോഗ്യ പ്രവർത്തക റേച്ചൽ ജോസഫിന്റെ കുടുംബത്തിന് ധനസഹായം നൽകി ആശുപത്രി അധികൃതർ. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫിൽ നിന്ന് ഫാദർ ജയ് വർഗീസ് സഹായധനം ഏറ്റുവാങ്ങി. ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ ആനയുടെ ഫോസിൽ കണ്ടെത്തി. 5 മുതൽ 8 ദശലക്ഷം വർഷം വരെ പഴക്കം ഫോസിലിനുണ്ടെന്ന് സഹാറൻപൂർ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ VKJ. സിനിമാ കായിക താരങ്ങൾ ഇനി മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിൽ അഭിനയിക്കരുത് എന്ന നിർദ്ദേശവുമായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ്. ബോയ്ക്കോട്ട് ചൈന പ്രചാരണത്തിന്റെ ഭാഗമായാണ് ആവശ്യം. താരങ്ങൾ ചൈന വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്നും വ്യാപാരി സംഘടനയുടെ അഭ്യർത്ഥന. ഉത്തരാഖണ്ഡിൽ കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കുന്നതിനായി ടെസ്റ്റിംഗ് മെഷീനുകൾ വാങ്ങുന്നതിന് 11,25 ലക്ഷം രൂപ അനുവദിച്ചു. ഡെറാഡൂൺ, ഹൽദ്വാനി, ശ്രീനഗർ മെഡിക്കൽ കോളേജുകൾക്കാണ് തുക അനുവദിച്ചത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ചൈനീസ് കമ്പനിയായ ലിനിങ്ങുമായുള്ള കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനം. കരാർ നിർത്തിവെക്കാനുള്ള തീരുമാനമെടുക്കാൻ എക്സിക്യൂട്ടീവ് യോഗം വിളിക്കുമെന്ന് ലക്നൌ IO ട്രഷറർ ആനന്ദേശ്വർ പാണ്ഡെ. കളിക്കാർക്കുള്ള കിറ്റുകൾ കമ്പനി സ്പോൺസർ ചെയ്യുന്ന കരാറാണ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. ഷിംലയിലെ ഹിരാനഗറിൽ പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പുള്ളിപ്പുലിയുടെ കഴുത്തിൽ മുറിവുകളുണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെടിയുണ്ട കഴുത്തിൽ കടന്നതായി വ്യക്തമായിട്ടുണ്ടെന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ.
നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ നടി റിയ ചക്രവർത്തിയെ മുംബൈ പോലീസ് ചോദ്യം ചെയ്തു. ആത്മഹത്യക്ക് കാരണമാകുന്ന വിധത്തിൽ ഒരു ഭിന്നതയും ഉണ്ടായിരുന്നില്ലെന്ന് റിയയുടെ മൊഴി. സുശാന്ത് അഭിനയിക്കേണ്ടിരുന്ന ചിത്രങ്ങൾ മുടങ്ങിയതിന്റെ കാരണം നിർമ്മാണ കമ്പനികൾ വ്യക്തമാക്കണമെന്ന് അന്വേഷണ സംഘം. SBI നൽകിയ മുദ്രാ വായ്പയിൽ 15% നിഷ്ക്രിയ ആസ്തിയായെന്ന് കണക്ക്. സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങൾക്കും പാർട്ണർഷിപ്പ് കമ്പനികൾക്കുമായി നൽകിയ ലോണാണ് കിട്ടാക്കടമായത്. 2019 വർഷത്തിൽ SBI നൽകിയത് 33,800 കോടി രൂപയുടെ വായ്പ. ATM-ൽ നിന്ന് 5,000 രൂപയ്ക്ക് മുകളിൽ പണം പിൻവലിച്ചാൽ ഫീസ് ഈടാക്കാൻ നിർദ്ദേശിച്ച് റിസർവ് ബാങ്ക് നിയോഗിച്ച പ്രത്യേക സമിതി. നടപടി ATM വഴി കൂടുതൽ പണം പിൻവലിക്കുന്നത് നിരുത്സാഹപ്പെടുത്താൻ. റിപ്പോർട്ട് തയ്യാറാക്കിയത് ബാങ്ക്സ് അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് VG കണ്ണൻ അധ്യക്ഷനായ സമിതി. RJD നേതാക്കളായ മനോജ് ജഹ, മിസ ഭാരതി എന്നിവർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. ഇന്ത്യ ചൈന സംഘർഷത്തിൽ പ്രധാനമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതുകൊണ്ടായിരുന്നു പ്രതിഷേധം. കോവിഡ് ചികിത്സ നൽകുന്ന എല്ലാ ആശുപത്രികളിലും CCTV സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി. CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളും നടപടിയെടുക്കണമെന്നും കോടതി. കോവിഡ് ബാധിച്ചവർക്ക് ശരിയായ പരിചരണം ലഭിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ CCTV ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാനാണ് നടപടി. പാഴ്വസ്തുക്കൾ കൊണ്ട് വെന്റിലേറ്റർ നിർമ്മിച്ച് 22-കാരനായ കശ്മീരി യുവാവ്. സോപ്പ് പെട്ടി, കുപ്പിയുടെ അടപ്പ്, DVD ഡ്രൈവ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. അമേരിക്കയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 22,63,982. രാജ്യത്തെ മരണസംഖ്യ 1,20,688. പുതുതായി 331 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ബ്രസീലിൽ 1083 കോവിഡ് മരണം കൂടി. രാജ്യത്ത് ആകെ മരണം 47,869. 17,000-ലേറെ പുതിയ പോസിറ്റീവ് കേസുകൾ. രോഗം ബാധിച്ചവരുടെ ആകെ എണ്ണം 9,83,359. റഷ്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,69,063. 2,39,468 പേർ ചികിത്സയിൽ. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7,841. UAE-യിൽ ഇന്ന് 393 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം 44,145 ഉയർന്നു. 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയിൽ 45 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 4,301 പേർക്ക്. രാജ്യത്താകെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 1,50,292 കോവിഡ് കേസുകൾ. നീണ്ടിടവേളയ്ക്ക് ശേഷം സംഗീതാൽബവുമായി പ്രശസ്ത ക്ലാസിക് റോക്ക് സംഗീതജ്ഞൻ ബോബ് ഡിലൻ. റഫ് ആൻഡ് റൗഡി വോയ്സ് എന്ന ആൽബത്തിൽ 10 ഗാനങ്ങളാണ് ഉള്ളത്. മറ്റ് രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് തുടരുമെന്ന് നോർവേ. കോവിഡ് വ്യാപനം തടയാൻ യാത്രാ നിയന്ത്രണം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി യെർന സോൾബർഗ്. പരസ്പരമുള്ള യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്താനൊരുങ്ങി ജപ്പാനും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും ഇത് സംബന്ധിച്ച് ധാരണയായി. നേപ്പാളിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു. ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തെ എല്ലാ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളും പുനരാരംഭിക്കുമെന്ന് അധികൃതർ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയ പ്രചാരണ പോസ്റ്ററുകളും പരസ്യങ്ങളും നീക്കം ചെയ്ത് ഫേസ്ബുക്ക്. നാസി ചിഹ്നങ്ങൾ ഉപയോഗിച്ചത് നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വെട്ടുകിളികൾ കിഴക്കൻ ആഫ്രിക്കയിലേക്ക് നീങ്ങുന്നതായി വിദഗ്ധർ. വെട്ടുകിളികളുടെ ആക്രമണം രൂക്ഷമായാൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് അപകടമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന. ഓസ്ട്രേലിയയിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് നേരെ വൻ സൈബർ ആക്രമണം. രാജ്യത്തെ നിരവധി ആശുപത്രികളും യൂണിവേഴ്സിറ്റികളും വ്യവസായങ്ങളും സർക്കാർ സ്ഥാപനങ്ങളുമാണ് ഹാക്കർമാർ ലക്ഷ്യമിട്ടത്. ഇന്ത്യയോടുള്ള അനുഭാവം വ്യക്തമാക്കി അമേരിക്കൻ എംബസി. ഗാൽവനിലെ ചൈനീസ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യക്കാരുടെ കുടുംബത്തെ അനുശോചനം അറിയിച്ചു. പാകിസ്ഥാനിൽ 2 ഇടങ്ങളിലായി നടന്ന ബോംബാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനങ്ങൾ ഉണ്ടായത് കറാച്ചിയിലും പാകിസ്ഥാൻ പ്രവിശ്യയായ സിന്ധിലും. അഫ്ഗാനിസ്ഥാനിൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 17 താലിബാൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. 20 പേർക്ക് ഗുരുതര പരിക്ക്. സംഭവം അഫ്ഗാനിസ്ഥാനിലെ സരോസായി ജില്ലയിൽ. പൊതുനിരത്തുകളിൽ മാസ്കുകൾ നിർബന്ധമാക്കി കാലിഫോർണിയ. ജനങ്ങൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്ന് കർശന നിർദ്ദേശവുമായി അധികൃതർ.
മാനസികാരോഗ്യത്തിനായി വീഡിയോ ഗെയിമിന് അനുമതി നൽകി അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഗെയിം വികസിപ്പിച്ചെടുത്തത് ബോസ്റ്റൺ ആസ്ഥാനമായ കമ്പനി. ബ്രിട്ടനിലെ സ്കൂളുകൾക്കായി $1 ബില്യൺ ധനസഹായം അനുവദിച്ച് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ലോക്ഡൌൺ മൂലം പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ക്യാച്ച് അപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് തുക. വിവോയുമായുള്ള കരാർ റദ്ദാക്കില്ലെന്ന ജയേഷ് ജോർജിന്റെ പ്രസ്താവന രാജ്യ താൽപര്യത്തിന് എതിരാണെന്ന് BCCI മുൻ വൈസ് പ്രസിഡന്റ് TC മാത്യു. ഇന്ത്യൻ വിപണി പിടിക്കുന്നതിനാണ് വിവോ ഇത്രയും വലിയ തുകയ്ക്ക് കരാർ ഉണ്ടാക്കിയതെന്നും BCCI ഈ ഘട്ടത്തിൽ ആർജവമുള്ള നിലപാടെടുക്കണമെന്നും TC മാത്യു. 2011 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയോട് ശ്രീലങ്ക മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണെന്ന ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശ്രീലങ്ക. ലോകകപ്പ് ഫൈനലിൽ ശ്രീലങ്ക മനഃപൂർവ്വം തോറ്റുകൊടുത്തുവെന്ന മുൻ കായിക മന്ത്രിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അന്വേഷണം. ഒഡീഷ FC പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ പരിശീലകനായിരുന്ന സ്റ്റുവർട്ട് വില്യം ബെക്സ്റ്റർ ഒഡീഷയുടെ പരിശീലകനായി എത്തും. നോക്കാം ഇനി ജില്ലാ വാർത്തകൾ. ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 8 പേർക്ക്. 5 പേർ വിദേശത്ത് നിന്നാണ് എത്തിയത്. 3 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. സ്ഥലം മാറ്റിയ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ തിരുവനന്തപുരം ജില്ലാ കോവിഡ് സർവേലൻസ് ടീമിൽ നിയമിച്ചു. മൈക്രോബയോളജിസ്റ്റിനെ നേരത്തെ സ്ഥലം മാറ്റിയത് വിവാദമായിരുന്നു. കൊല്ലത്ത് നിന്ന് 17 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 15 പേർ വിദേശത്ത് നിന്നെത്തിയവർ. ഒരാൾ ഡൽഹിയിൽ നിന്നും ഒരാൾ മൈസൂരുവിൽ നിന്നുമാണ് എത്തിയത്. പെട്രോൾ ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് നടത്തിയ കാളവണ്ടി സമരത്തിന്റെ ചക്രം തകർന്ന് സംസ്ഥാന സെക്രട്ടറി ബെന്നി കക്കാടിന് പരിക്ക്. പത്തനാപുരം നെടുമ്പറമ്പിൽ വെച്ച് നടത്തിയ സമരത്തിനിടെയായിരുന്നു അപകടം. പ്രവാസികളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ കോൺഗ്രസിന്റെ ഉപവാസ സമരം. ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി കൊടിക്കുന്നിൽ സുരേഷ് MP. പത്തനംതിട്ട ജില്ലയിൽ 4 വയസ്സുകാരൻ ഉൾപ്പെടെ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 4 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 5 പേർക്കുമാണ് രോഗബാധ. ജില്ലയിൽ 25ാമത് വായനദിന മാസാചരണത്തിന് തുടക്കം. കോവിഡ് പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ വെബ്സൈറ്റ് സംവിധാനത്തിലൂടെയാണ് വായനാദിന മാസാചരണം. ഏനാത്ത് കരിപ്പാലേലായിൽ 150 ഏക്കറിൽ കൃഷി തുടങ്ങി. നെൽകൃഷി സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ചിറ്റയം ഗോപകുമാർ MLA. ഇടിജില്ലം പാലത്തിന്റെ കോൺക്രീറ്റ് പൂർത്തിയായി. ഉദ്ഘാടനം നിർവഹിച്ച് മാത്യു ടി തോമസ് MLA. പാലത്തിന്റെ രൂപകൽപ്പന പാലത്തിനടിയിലൂടെ നാവിഗേഷൻ സാധ്യമാകുന്ന രീതി. ഇടുക്കി ജില്ലയിൽ ഇന്ന് 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയവരാണ് രോഗബാധിതർ. ദേവികുളം ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം വിദഗ്ധ സംഘം ഉടൻ പരിശോധിക്കുമെന്ന് ദേശീയപാത അധികൃതർ. പരിശോധന നടത്തുക കോഴിക്കോട് NIT, ജില്ലാ ജിയോളജി വകുപ്പ്, ദേശീയപാത ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ 5ഓളം പശുക്കളെ പുലി പിടിച്ചതായി പരാതി. ക്യാമറ സ്ഥാപിച്ച് വനം വകുപ്പ് പുലിയെ പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 13 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6 പേർ വിദേശത്തു നിന്നും 7 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. PN പണിക്കർ ദേശീയ വായനോത്സവത്തിന് ജില്ലയിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ തുടക്കം. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ജുനൈദ് നിർവഹിച്ചു. വാഹന ഷോറൂമിൽ നിന്ന് പോലീസ് വാഹനം മോഷണം പോയി. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ വാഹനമാണ് മോഷണം പോയത്. ആലപ്പുഴ സ്വദേശി നിസാർ പിടിയിൽ. കോട്ടയം ജില്ലയിൽ ഇന്ന് 7 പേർക്ക് രോഗമുക്തി. 7 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 3 പേർ വിദേശത്തു നിന്നും 3 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. കോട്ടയം പാമ്പാടിയിൽ നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കി വീട്ടിലെത്തിയ മധ്യവയസ്കൻ മരിച്ചു. 55-കാരനായ കൊത്തൻപുറം കുന്നേപ്പാലം സ്വദേശി മാമൂട്ടിൽ അനിയനാണ് മരിച്ചത്. കോട്ടയം ജനറൽ ആശുപത്രിയിലെ കോവിഡ് വാർഡിൽ താൽക്കാലികമായി വെള്ളം എത്തിച്ചു. പ്രത്യേക ടാങ്ക് ഒരുക്കിയാണ് വെള്ളം നൽകിയത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും തികയില്ലെന്ന് രോഗികൾ. ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 11 പേർക്ക്. വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ചവരിൽ 8 വയസ്സുകാരൻ. കൂത്താട്ടുകുളം പിറവൻ റോഡിൽ വടകര ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് സമീപം KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. രാത്രി 7:30-ക്കായിരുന്നു അപകടം.
KPCC വിചാർ വിഭാഗ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി പുസ്തകക്കൂട് സമർപ്പിച്ചു. അങ്കമാലി KSRTC സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർക്കാണ് പുസ്തകക്കൂട് സമർപ്പിച്ചത്. തൃശൂർ ജില്ലയിൽ ഇന്ന് ഒരാൾക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ചെന്നൈയിൽ നിന്നും വന്ന ചേലക്കര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ച് ജില്ലയിൽ ഇന്ന് 12 പേർക്ക് രോഗമുക്തി. നായരങ്ങാടി യൂത്ത് ഫോഴ്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ നൽകി. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും കൊച്ചന്നൂർ ഗവൺമെന്റ് സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കാണ് പുസ്തകം കൈമാറിയത്. യുവജനതാദള സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച നാടിനൊരു നാളികേരം ക്യാമ്പയിൻ ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ക്യാമ്പയിൻ. മലപ്പുറം ജില്ലയിൽ 18 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 3 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 15 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവർ. ജില്ലയിൽ പുതുതായി ആർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധയില്ല. കോഴിക്കോട് ജില്ലയിൽ 6 പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി. 3 പേർ വിദേശത്തു നിന്നും 6 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ. അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് 9 റേഷൻ കാർഡ് ഉടമകളുടെ പേരിൽ നിയമ നടപടി. കൊയിലാണ്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ VP രാജീവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വയനാട് ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 4 പേർക്ക്. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. കണ്ണൂർ ജില്ലയിൽ 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയേറ്റത്. ഒരു CISF ജവാനും രോഗം സ്ഥിരീകരിച്ചു. പഴശ്ശി ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. വളപട്ടണം പുഴയുടെ ഇരുകരയിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഷട്ടറുകൾ തുറന്നത്. കണ്ണൂർ സർവകലാശാലയുടെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ മാറ്റിവെച്ചു. കൺട്രോളർ ഓഫ് എക്സാമിനേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 22 മുതൽ നടത്താനിരുന്ന പരീക്ഷകളാണ് മാറ്റിയത്. കാസർഗോഡ് ജില്ലയിൽ 4 പേർക്ക് കൂടി കോവിഡ്. 2 പേർ വിദേശത്തു നിന്നും 2 പേർ മഹാരാഷ്ട്രയിൽ നിന്നും വന്നവർ. ഇനി ചില വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥയിലേക്ക്. കോവിഡ് ഭേദമാക്കാൻ ടാൻസാനിയൻ സർക്കാർ കോവിഡോൾ എന്ന മരുന്ന് കണ്ടെത്തിയെന്ന് വ്യാജ പ്രചാരണം. ടാൻസാനിയൻ പ്രസിഡന്റിന്റെയും ആരോഗ്യമന്ത്രിയുടെയും നേട്ടമാണ് ഇതെന്ന പേരിലാണ് പ്രചാരണം. കോവിഡിന് മരുന്ന് കണ്ടെത്തിയതായി ടാൻസാനിയൻ സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം എന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ഈ മാസം 15-ന് ഗാൽവൻ താഴ്വരയിൽ നടന്ന ഏറ്റുമുട്ടൽ എന്ന വിവരണത്തോടെയാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ 2017 ഓഗസ്റ്റ് 15-ന് ലഡാക്കിലെ പാങ്കോങ് തടാകത്തിൽ ഇന്ത്യൻ ചൈനീസ് സൈന്യത്തിന്റെ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം കടുക്കുമ്പോൾ ഇന്ത്യൻ സേനയ്ക്കെതിരെ CPM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതിന്റെ പേരിൽ ചില ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഈ പ്രചാരണത്തിന്റെ സത്യാവസ്ഥയിലേക്ക്. രാജ്യത്തിന്റെ അതിർത്തിയും അഭിമാനവും സംരക്ഷിക്കുന്നവരോടുള്ള ഏറ്റവും വലിയ അനാദരവാണ് അവരുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഒരു രാഷ്ട്രീയ കക്ഷി നടത്തിയ പ്രതിഷേധത്തെ എത്ര പെട്ടെന്നാണ് ചിലർ ജവാന്മാർക്കെതിരെയുള്ള അധിക്ഷേപമായി ചിത്രീകരിച്ചത്. പാവപ്പെട്ടവർക്ക് നേരിട്ട് പണമെത്തിക്കുക, സൗജന്യ ഭക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM നേതാക്കൾ ഡൽഹിയിൽ നടത്തിയ പ്രകടനത്തിന്റെ ചിത്രങ്ങളാണ് തെറ്റായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം കടുക്കുമ്പോൾ ഇന്ത്യൻ സേനയ്ക്കെതിരെ CPIM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു എന്നാണ് വ്യാജന്മാർ ചിത്രങ്ങൾക്ക് നൽകിയ അടിക്കുറിപ്പ്. ജൂൺ 16-നാണ് സീതാറാം യെച്ചൂരി, ബൃന്ദ കാരാട്ട്, പ്രകാശ് കാരാട്ട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ CPIM സമരം നടന്നത്. ഇതേ ദിവസം തന്നെയാണ് ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലുണ്ടായ ചൈനീസ് അതിക്രമത്തിൽ ഇന്ത്യൻ ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്ന വാർത്തയും പുറത്തുവന്നത്. ഇന്ത്യൻ സൈനികരുടെ തിരിച്ചടിയിൽ ചൈനീസ് പട്ടാളക്കാരും മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ ഇന്ത്യൻ ആർമി ചൈനീസ് പട്ടാളത്തെ തകർത്തതിൽ പ്രതിഷേധിച്ച് CPIM ഡൽഹിയിൽ റാലി നടത്തുന്നുവെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. വാട്സാപ്പിലും ഇതിന് വലിയ പ്രചാരം ലഭിച്ചു. എന്നാൽ ചിത്രം വെറുതെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇത് വ്യാജ പ്രചാരണമാണെന്ന്. ഇൻകം ടാക്സ് പരിധിക്ക് പുറത്തുള്ളവർക്ക് 7500 രൂപ വീതം നൽകുക, ആവശ്യക്കാർക്ക് 6 മാസത്തേക്ക് 10 കിലോ ഭക്ഷ്യദാനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നേതാക്കൾ പ്ലക്കാർഡുകളിൽ എഴുതിയിട്ടുള്ളത്. മാത്രമല്ല, മോദി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരായ പ്രതിഷേധം എന്ന തലക്കെട്ടോടെ CPIM ഔദ്യോഗിക ട്വിറ്റർ പേജിൽ ചിത്രം ഷെയർ ചെയ്തിട്ടുമുണ്ട്. നുണക്കഥകൾ ഉണ്ടാക്കി വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരോട് രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. ജവാന്മാരുടെ രക്തസാക്ഷിത്വത്തെ പോലും പ്രൊപ്പഗാൻഡയാക്കി മാറ്റുകയാണ് അവർ എങ്കിൽ ശ്രദ്ധിക്കുക. വ്യാജന്മാരുടെ ചൂണ്ടക്കൊളുത്തിന് മൂർച്ചയേറുകയാണ്. #ബോയ്കോട്ട് ഫേക്ക് ന്യൂസ്. ഇനിയിപ്പോൾ കിട്ടിയ വാർത്തകളിലേക്ക്.
ദേശസുരക്ഷയിൽ രാഷ്ട്രീയ ഭിന്നത ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച സർവകക്ഷി യോഗം. സർക്കാരിന് പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ വ്യക്തമാക്കി. എന്നാൽ ചൈനീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രതിപക്ഷവുമായി പങ്കുവെക്കുന്നതിൽ സർക്കാർ വൈമനസ്യം കാട്ടിയെന്ന ആക്ഷേപമുയർന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് 20 പാർട്ടികൾ. ഇന്ത്യയുടെ ഒരു ഇഞ്ച് പോലും നഷ്ടമായിട്ടില്ലെന്നും ആർക്കും ഇന്ത്യയുടെ മണ്ണിൽ കണ്ണുവെക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം സജ്ജം. യഥാർത്ഥ നിയന്ത്രണരേഖയ്ക്കടുത്ത് നിരീക്ഷണം ശക്തമാക്കി. ചൈനയുടെ പ്രകോപനം ഇന്ത്യൻ ജനതയെ രോഷാകുലരാക്കിയെന്നും അതിക്രമത്തെ തടയാൻ നമുക്ക് സാധിച്ചുവെന്നും പ്രധാനമന്ത്രി. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരമാണ് സുപ്രധാനമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.